ക്രയവിക്രയം ഈ പ്രദേശങ്ങളിൽ നടക്കുന്നില്ല. അഥവാ എന്തെങ്കിലും ഒരു എമർജൻസി കേസിന് വേണ്ടി ഇപ്പോൾ നമുക്കൊരു രോഗമോ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അവിടെ എന്തായാലും വരുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. ഇവിടെ സ്ഥലത്തിന് 10 ലക്ഷത്തിന് മേളിൽ വിലയുണ്ട്. അത് ചിലപ്പോൾ അവരൊരു 4 ലക്ഷത്തിന് എടുക്കാമെന്ന് പറയുമായിരിക്കും. കാരണം അവർക്കാണ് ഇവരായിട്ടുള്ള ഒരു ടൈപ്പ്. അത് നമുക്കറിയില്ല, നമ്മൾ ആ തലത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ അവിടെയും സാധാരണക്കാർ തന്നെയാണ് ഇരകൾക്ക് മേൽ ഇരയാകുന്നത്. ഇവിടെ ആവറേജ് 7 രൂപ 7 രൂപ ആവറേജ് വില ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തുണ്ട്. പക്ഷേ ഇവിടെ വന്ന് പറയുന്നത് 4 രൂപ പറഞ്ഞാൽ വീട് ഉൾപ്പെടെ 4 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളയിൽ വല്ലാണ്, അതുകൊണ്ട് വലിയ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ ഞങ്ങൾ ഏവരിക്കാലും എടുക്കാം, അത് കൊണ്ട് തരാൻ പറ്റില്ല. ഭയമുണ്ട്, തീർച്ചയായിട്ടും ഭയമുണ്ട്. ഇറങ്ങിക്കണെങ്കിൽ കുഞ്ഞുങ്ങളുടെ റോഡിലേക്ക് ഇറങ്ങണം. വേറെ എവിടെ പോകണം? ഒരാളല്ല 10-25,000 വീട്ടുകാർ റോഡിലേക്ക് തെരുവിലേക്ക് ഇറങ്ങണം. ഇത് കമ്മീഷൻ ബേസാണ്. എൻ്റെ കൈ മുറിഞ്ഞാലേ എനിക്ക് വേനറിയുള്ളൂ. നിങ്ങളുടെ കൈ മുറിഞ്ഞാൽ ഞാൻ താങ്കളോട് സാരം ഒരു ബാൻഡേഡ് മേടിച്ച് ചുറ്റിയാൽ നാളെ പോകണമെങ്കിലും കുഴപ്പമില്ലെന്ന് പറയും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ ചേരുന്നു. ലാൽകൃഷ്ണ, വളരെ കഷ്ടമാണ് ഈ ഭൂ ഉടമകളുടെ കാര്യം. സർക്കാരിനെ സംബന്ധിച്ച് അവർ കേരളയിലായി മഞ്ഞ കുറ്റിയിട്ടു. പിന്നീട് ആ പദ്ധതി ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. പക്ഷേ ഭൂ ഉടമകളാണ് ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ്കുമാർ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ പാതി വഴിയിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചു. പക്ഷേ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ഈ ഭൂവുടമകളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ആ ഭൂമി ഒന്ന് കൈമാറാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ്. കേരളയിൽ പ്രോജക്റ്റിന് വേണ്ടി കല്ലിട്ട് ഇടങ്ങളായതുകൊണ്ട് തന്നെ പലരും ആ ഭൂമി വാങ്ങാൻ തയ്യാറാകുന്നില്ല. വാങ്ങാൻ തയ്യാറായി രംഗത്തേക്ക് വരുന്നവരെല്ലാം ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുകാരാണ്. ഏകദേശം സെന്റിന് 10 ലക്ഷം രൂപ വരെയുള്ള സ്ഥലങ്ങൾക്ക് അവർ ഡിമാൻഡ് ചെയ്യുന്നത് 4 ലക്ഷം രൂപ എന്ന നിരക്കിലേക്കാണ്. ഒരു 40 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ കോടികൾ കിട്ടേണ്ട ഭൂമിക്കാണ് 40 ലക്ഷം രൂപ എന്ന രീതിയിലേക്ക്, അത് 1/2 കോടി രൂപ പോലും വിലയില്ലാത്ത രീതിയിൽ വില പറഞ്ഞു പോകുന്നത്. പലർക്കും ഇതുകൊണ്ട് തന്നെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, പുറത്തോട്ട് പോകാൻ, പഠനം എന്നീ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വലിയ പ്രതിസന്ധിയുണ്ട്. ഈ സ്ഥലം നിലവിൽ ലോണിലിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പുതുതായിട്ട് ലോൺ അനുവദിക്കാൻ പലരും തയ്യാറാകാത്ത സ്ഥിതിയുണ്ട്. പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചോ എന്നതിനെ കുറിച്ച് ആളുകൾക്ക് ആശങ്കയുണ്ട്. വിജ്ഞാപനം സംബന്ധിച്ച കാര്യത്തിൽ പോലും, അതായത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാപനം സംബന്ധിച്ച കാര്യത്തിൽ പോലും ഇപ്പോഴും ആശയക്കുഴപ്പം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലരും കടക്കണിയിലേക്ക് പോലും ആയ അവസ്ഥ ഉണ്ടായിട്ട് പോലും ഇതിനൊരു പരിഹാരം കാണാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനപ്പുറമുള്ള മറ്റൊരു വിഷയമാണ് അന്നു മുതൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചിലരെല്ലാം ഈ മഞ്ഞക്കുറ്റി എടുത്ത് കളഞ്ഞതിന്റെ പുറകിലുള്ള നഷ്ടപരിഹാരം, അത് 5000 രൂപയായിരുന്നു ഒരു കുറ്റിക്ക് അന്ന് നിശ്ചയിച്ച. ആ 5000 രൂപ അടച്ച് നിൽക്കുന്നവരുണ്ട്. പക്ഷേ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ. അതിൽ പലർക്കും വിദേശത്തേക്ക് പോകേണ്ട, മക്കളുടെ അടുത്തേക്ക് പോകേണ്ടവരുണ്ടായിരുന്നു, ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടവരുണ്ടായിരുന്നു. ഇവർക്കൊന്നും ഒരു പാസ്പോർട്ട് പോലും കിട്ടാത്ത അവസ്ഥയിൽ, ഒരു ദുരിതക്കയത്തിൽ, സത്യം പറഞ്ഞാൽ ത്രിശങ്കുവിൽ ജീവിക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എന്നുള്ളതാണ്. അവർ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു വാളായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്.